മണ്ണിടിച്ചിലിൽ വലിയ നാശനഷ്ടമൊന്നും പറ്റാതെ മുണ്ടക്കൈ അങ്ങാടിയിൽ നിന്ന ആ CSI പള്ളിയുടെ മുറ്റത്തേക്ക് ഒരു വട്ടം കൂടി നമ്മൾ വരികയാണിപ്പോൾ. ഈ പള്ളിയുടെ മുന്നിൽ ആദ്യത്തെ ദിവസം നമ്മൾ കയറി വന്നത് ഏതാണ്ട് മുട്ടിന് മീതെ ചെളി ചവിട്ടി കടന്നു വന്നതായിരുന്നു. എവിടെ കാല് വെക്കണമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഈ താഴെയുള്ള ഇതിന് തൊട്ട് താഴെയാണ് മറ്റൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ മിന്നാരങ്ങൾ മാത്രമാണ് കാണാനുള്ളത്. അതിന്റെ താഴ്ഭാഗം പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതിനൊപ്പം പോയിരുന്നു. ഇപ്പോൾ ഈ താഴെ കാണുന്ന ഈ ആംബുലൻസ് കിടക്കുന്ന സ്ഥലം, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വന്നിട്ടുള്ള സ്ഥലം, ഇതെല്ലാം അന്ന് ഇതുപോലെയൊന്നും നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഈ ജനകീയ തെരച്ചിലിന് വരുമ്പോൾ ഈ കെട്ടിടങ്ങൾ, ഇപ്പോൾ തൊട്ട് താഴെയുള്ള ഈ കെട്ടിടത്തിനുള്ളിലാണ് അന്ന് പോലീസിന്റെ കടാർ ഡോഗ്സ് വന്ന് പരിശോധന നടത്തിയത്. മായയും മർഫിയും വന്ന് പരിശോധന നടത്തിയത് ഇവിടെയാണ്. അതിനുള്ളിൽ ജീവന്റെ ഒരു ചലനമുണ്ട് എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അന്ന് വിശദമായ പരിശോധന നമ്മൾ നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അതിന് താഴെ ഇപ്പോൾ ആ വീട് പൂർണ്ണമായും പോയിരിക്കുന്നു. ആ സുദേവന്റെ വീടാണ്. 5 പേരാണ് അവിടെ ഇല്ലാതായത്. അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ, ഇതിന് തൊട്ടപ്പുറത്ത് സീതമ്മക്കുണ്ട് എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടം ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാണ്ടായി. അവിടെ വന്നടിച്ച്, മുകളിൽ നിന്ന് കാണാം ഉരുൾപൊട്ടിയൊലിച്ച് അവിടെ വന്നടിച്ച് ആ കുന്നിൽ തട്ടി തിരിച്ച് മുണ്ടക്കൈ അങ്ങാടിയിലേക്ക് കയറുകയായിരുന്നു. ആ ഉരുൾപൊട്ടലിൽ കയറിയ മണ്ണും മരങ്ങളും ചേറും ചെളിയുമൊക്കെ ഒരുപാട് മനുഷ്യരെയും കൊണ്ട് കടന്നുപോയപ്പോൾ ആ നഷ്ടപ്പെട്ടവരാരൊക്കെ, ഇനി എന്തൊക്കെ എന്നുള്ള തെരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത്. ആ തെരച്ചിൽ ജനകീയ തെരച്ചിൽ എന്ന വിധത്തിൽ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ തെരച്ചിൽ ഇന്ന് ഉച്ചവരെ തുടരും. ഇതോടൊപ്പം പലവട്ടം ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയതാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാലും പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നടത്തുകയാണ്. നമുക്ക് കാണാം വിവിധ സന്നദ്ധ പ്രവർത്തകർ അന്ന് രൗദ്രഭാവത്തിൽ വന്നിരുന്ന ആ നദി, ഈ മുണ്ടക്കൈ തോട് എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇത് താഴെ ചൂരൽമലയിൽ എത്തുമ്പോഴാണ് അത് പുന്നപ്പുഴയായി മാറുന്നത്. അവിടെ നിന്ന് കള്ളാടിപ്പുഴയാകുമ്പോഴാണ് കുറച്ചുകൂടി രൗദ്രഭാവം അതിന് വരാറുള്ളത്. ആ തോട് പഴയതുപോലെ തന്നെ ശാന്തമായി ഒഴുകുന്നു. ഈ പ്രദേശത്ത് ഇത്തരമൊരു അപകടം ഉണ്ടാകുമെന്ന് ഒരാളും കരുതിയിരുന്നതല്ല. പക്ഷെ അന്ന് പറിച്ചെടുത്തുകൊണ്ടുപോയ പ്രാണനുകളെയൊക്കെ അതിനപ്പുറത്ത് ആരുടെയെങ്കിലും 100-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും അവശിഷ്ടം കിട്ടുമോ എന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതാ എന്റെ വീടിന്റെ ഏതെങ്കിലും വശത്ത്, ഇങ്ങേ വശത്തോ അങ്ങേ വശത്തോ ആ മനുഷ്യൻ ഉണ്ടായിരിക്കും എന്ന ആ പ്രതീക്ഷ, അതുകൂടി ആ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്.